നിഫാഖ് അമലി സംഭവിക്കുന്ന ആളുകൾ അവർ ഞങ്ങൾ മുസ്ലിം അല്ല എന്ന് പറയില്ല. പക്ഷെ അതേസമയം അള്ളാഹുവിന്റെ ദീനിന്റെ ആളുകളുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിന്റെ ആളാകും. നന്മ കാണിക്കും, ആളുകൾക്ക് മുന്നിൽ നല്ലതൊക്കെ കാണിക്കും. തിന്മയുടെ ആളുകളുടെ അടുത്തെത്തിയാൽ നന്മയുടെ ആളുകൾ അവൻ കളിയാക്കുകയോ പുച്ഛിക്കുകയോ ചെറുതാക്കി കാണുകയോ ഒക്കെ ചെയ്യും. അത് ഒരാളിൽ കടന്നുകൂടാവുന്ന നിഫാഖിന്റെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവമാണ്, രണ്ടു മുഖമുള്ള ഒരാളായി മാറുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ ജനങ്ങളിൽ ഏറ്റവും മോശം ആളുകൾ രണ്ടു മുഖമുള്ള ആളുകളാണ്. ദുൽ വജ്ഹൈൻ, ഒരിടത്ത് നല്ല മുഖവും മറ്റൊരിടത്ത് വളരെ മോശമായ മുഖം. ഇങ്ങനെയുള്ള ആൾക്കാർ ധാരാളം ഈ കാലഘട്ടത്തിലുണ്ട്. ചിലപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങൾ വരെ സംഭവിക്കുന്നത് കാണാം. ചില ആളുകൾ തൗഹീദുള്ള ആൾക്കാരുടെ ഇടയിൽ വന്നാൽ തൗഹീദ് പറയും, എന്നാൽ അവരുടെ ഇടയിൽ പോയാലോ ശിർക്ക് ചിലപ്പോൾ ചെയ്തില്ലേക്കാം, പക്ഷെ ചെയ്യാതിരുന്നേക്കാം. പക്ഷേ അവരുടെ കോലമെടുത്ത് അണിയുകയും അവർ ചെയ്യുന്ന ദലാലത്തുകൾ അവരോടൊപ്പം കൂടുകയും ചെയ്യും. ഇത് ഒരിക്കലും ഒരു മുഅ്മിനിന് ചേർന്നതല്ല. അവൻ എവിടെയാണെങ്കിലും സ്വരീഹായിരിക്കണം. ഇത് ചില ആളുകൾ കാണാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കുടുംബത്തിൽ ചെന്നാൽ വല്ല ടൂറിനോ മറ്റൊക്കെ പോയാൽ അപ്പം മ്യൂസിക്കിൽ ഇരിക്കും, ഡാൻസ് കണ്ടാൽ അതിൻ്റെ ഒപ്പം ഉണ്ടാവും. ഇതേ ആൾ തന്നെ ചിലപ്പോൾ നല്ല ആൾക്കാരുടെ ഇടയിൽ വന്നാൽ അവരുടെ കോലത്തിൽ. ഇങ്ങനെ ആവരുത്, നിങ്ങൾക്ക് രണ്ട് മുഖം ഉണ്ടാവരുത്. ദീന്റെ മുഖം എല്ലായിടത്തും ഒരേപോലത്തെ. അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കാൻ. അത് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞതുപോലെ ലാ തകുൻ ഇമ്മാഅതൻ, നീ ഒരിക്കലും കൂടിയാകരുത്. എന്റെ കൂടി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നോമ്പെടുത്താൽ ഞാൻ നോമ്പെടുക്കും, ജനങ്ങൾ നിസ്കരിച്ചാൽ ഞാൻ നിസ്കരിക്കും. അങ്ങനെ ആവരുത്. എവിടെ നിന്നെ കൊണ്ടുപോയിട്ടാലും ഒരു മുഅ്മിനു കൽ ഗൈസ് ഐനമാ വഖഅ നഫഅ. ഒരു മുഅ്മിൻ നല്ല ഒരു മഴ പോലെയാണ്. അവൻ എവിടെ ചെന്നെത്തിയാലും അവനെ കൊണ്ട പ്രയോജനം ഉണ്ടാവും. ആളുകൾക്കനുസരിച്ച് തരം മാറരുത്. ഇത് നിഫാഖിന്റെ സ്വഭാവമാണ്.